ലിന മൃഗങ്ങളോട് വലിയ സ്നേഹമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നു. ഒരു മഴക്കാല ഉച്ചതിരിഞ്ഞ് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് നടക്കുമ്പോൾ പാർക്കിലെ ഒരു ബെഞ്ചിനടിയിൽ നിന്ന് മൃദുവായ ഒരു മ്യാവൂ ശബ്ദം കേട്ടു. കൗതുകത്തോടെ അവൾ മുട്ടുകുത്തി. നനഞ്ഞ രോമങ്ങളും വലിയ പേടിച്ചരണ്ട കണ്ണുകളുമുള്ള ഒരു ചെറിയ വിറയ്ക്കുന്ന പൂച്ചക്കുട്ടിയെ കണ്ടു. അയ്യോ, നിനക്ക് വളരെ തണുപ്പായിരിക്കും, ലിന സൗമ്യമായി പറഞ്ഞു. അവൾ തന്റെ സ്കാർഫ് അഴിച്ചുമാറ്റി പൂച്ചക്കുട്ടിയെ ശ്രദ്ധാപൂർവം അതിൽ പൊതിഞ്ഞു. ചെറിയ പൂച്ച അടുത്തുകൂടി മുരണ്ടു. ലിന ചുറ്റും നോക്കി. അടുത്ത് ആരുമില്ലായിരുന്നു. ഉടമയുടെ ഒരു ലക്ഷണവും അവൾ കണ്ടില്ല. വിഷമിക്കേണ്ട, അവൾ മന്ത്രിച്ചു, ഞാൻ നിന്നെ പരിപാലിക്കും. അവൾ പൂച്ചക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ അവളുടെ അമ്മ അത് ഉണക്കാൻ സഹായിച്ചു. ചൂടുള്ള പാൽ കൊടുത്തു. ലിന അതിന് വിസ്കേഴ്സ് എന്ന് പേരിട്ടു. പൂച്ചക്കുട്ടിയുടെ ഉടമയെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയിൽ അവർ അയൽപക്കത്ത് പോസ്റ്ററുകൾ പതിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സാം എന്ന ഒരു കൊച്ചുകുട്ടി അവരുടെ വാതിലിൽ മുട്ടി. അത് എന്റെ പൂച്ചക്കുട്ടിയാണ്, മിറ്റൻസ്, അവൻ ആവേശത്തോടെ പറഞ്ഞു. ലിനയ്ക്ക് ചെറിയൊരു സങ്കടം തോന്നി, പക്ഷേ പുഞ്ചിരിച്ചു. അവൾ പൂച്ചക്കുട്ടിയെ സാമിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവൻ വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞു. അവൻ പോകുമ്പോൾ അവൻ തിരിഞ്ഞു നോക്കി. നീ ശരിക്കും ദയുള്ളവനാണ്. ഒരുപക്ഷേ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മിറ്റൻസിനെ കാണാൻ കഴിയുമോ? ലിന പുഞ്ചിരിച്ചു. അവൾ ആരെയെങ്കിലും സഹായിച്ചിരുന്നു, കൂടാതെ അവൾക്ക് ഒരു പുതിയ സുഹൃത്തിനെയും ലഭിച്ചു. അന്നുമുതൽ എല്ലാ ഉച്ചതിരിഞ്ഞും ദയ എപ്പോഴും തിരിച്ചുവരുമെന്ന് അവൾ സാമിനെയും മിറ്റൻസിനെയും സന്ദർശിച്ചു.